ലൈലത്തുൽ ഖദറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം ഏതാ? മലക്കുകളുടെ പ്രവേശനമാണ്. ഓരോ വിശ്വാസികളുടെയും ഭവനങ്ങളിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുമല്ലോ, എന്നിട്ട് സലാം പറയുമല്ലോ സഹോദരങ്ങളെ. എന്നാൽ ആ മലക്കുകൾ പ്രവേശിക്കാത്ത ചില ഭവനങ്ങളുണ്ട്. അതേതൊക്കെ വീടുകളിലാണ് മലക്കുകൾ പ്രവേശിക്കാത്തത്? ഒന്ന്, തീയിനെ ആരാധിക്കുന്ന വീടുകളിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അതുപോലെ നജസ്സുള്ള വീടുകളിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. നമ്മുടെ വീടിന്റെ അകത്ത് ഇരിക്കുന്ന സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ നജസ്സുണ്ടോ ഇല്ല എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ഉറപ്പുവരുത്തണം. നജസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിലെ നമ്മളതൊക്കെ ശുദ്ധിയാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സക്രാന്, മദ്യപാനിയുള്ള വീട്ടിലേക്കും മലക്കുകൾ പ്രവേശിക്കുകയില്ല. കള്ള് കുടിക്കുന്നവനുള്ള വീട്ടിലേക്കും മലക്കുകൾ പ്രവേശിക്കുകയില്ല. അതുപോലെ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, കുടുംബവുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ വീട്ടിലേക്കും മലക്കുകൾ പ്രവേശിക്കുകയില്ല. പന്നിമാംസം ഭക്ഷിക്കുന്നവരുടെ വീടുകളിലേക്കും അള്ളാഹുവിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഇതല്ലാത്ത മറ്റു വീടുകളിലേക്കെല്ലാം മലക്കുകൾ പ്രവേശിക്കും. ആ മലക്കുകൾ പ്രവേശിച്ചുകൊണ്ട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമ്പോൾ മലക്കുകളുടെ മുസാഫഹത്ത് ഒരാൾക്ക് ലഭിച്ചതിന്റെ അടയാളം എന്താണ്? ഫമൻ ഖശഅറ ജിൽദഹു വറഖ ഖൽബഹു വദമത ഐനാഹു. ഒരാളുടെ ഹൃദയത്തിന് വല്ലാത്തൊരു നേർമ വന്നു, ഹൃദയം ലോലമായ ഹൃദയമായി, അവന്റെ ശരീരം ഒന്ന് വിറയൽ സംഭവിച്ചു, അവന്റെ കണ്ണുനീര് കൊണ്ട് ഒലിച്ചു കഴിഞ്ഞാല്, കണ്ണുനീര് പൊട്ടിക്കഴിഞ്ഞാല് ഫമിൻ അസരി മുസാഫത്തിഹി, അത് മലക്കുകളുടെ മുസാഫത്തിന്റെ അടയാളമാണെന്ന് മഹാന്മാര് പറയുന്നു. മഗ്രിബ് മുതൽ സുബഹി വരെയും മലക്കുകൾ ഓരോ വീടുകളിലേക്കും കടന്നു ചെല്ലുമല്ലോ. സുബഹി ആയി കഴിഞ്ഞാൽ അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരെയും വിളിക്കുകയാണ്. ഓ മലക്കുകളെ, വരൂ വരൂ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരെയും പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ആ മലക്കുകൾ ചോദിക്കുന്നു, ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ അടിമകളെ കൊണ്ട്, മുത്തുനബിയുടെ ഉമ്മത്തിനെ കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, അവരിലേക്ക് അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടമങ്ങ് നോക്കി, അവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തു. പക്ഷേ ഇല്ല, 4 വിഭാഗത്തിന് ഈ രാത്രിയിൽ അല്ലാഹു പുറത്തിട്ടില്ല. അവരാരാണ്? അല്ലാഹു ലൈലത്തുൽ ഖദറിന് അന്ന് പുറത്തു കൊടുക്കാത്തവർ. ഒന്നാമത്തെ വിഭാഗം മുദ്മിനുൽ ഖംറാണ്, കള്ളു കുടിക്കുന്ന വ്യക്തിയാണ്. വഖുൽ വാലിദൈനി, മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്ക് മാപ്പില്ല. വഖാത്തിയുർ റഹ്മി, കുടുംബബന്ധം മുറിച്ചവർക്ക് മാപ്പില്ല. വൽ മുശാഹിൽ, അതേ തന്റെ സഹോദരനുമായി കൊണ്ട് പിണങ്ങി നിൽക്കുന്നവൻ, മിണ്ടാതെ നിൽക്കുന്നവൻ, അവർക്ക് ഈ രാത്രിയിൽ